ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈറ്റ് ചാറ്റ് ഡ്രൈവ് വിത്ത് അൻസൽ. ഇന്ന് മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് മലയാളത്തിലുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും കൂടെ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. 2 ദിവസം മുന്നേ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ, ഇംഗ്ലീഷിലുള്ള റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് പലരും എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾക്കും സൂപ്പർ ശരണ്യയ്ക്കും ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന നസ്ലിനും മമിത ബൈജുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു എന്ന ചിത്രത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 9 പ്രേമലു കേരളത്തിൽ റിലീസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിനോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ GCC രാജ്യങ്ങളിലും ചിത്രത്തിന് റിലീസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ, അതായത് ഔട്ട്സൈഡ് ഓഫ് GCC, യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലുമൊക്കെ എനിക്കൊന്ന് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ്. കാരണം പടം ഇറങ്ങുമ്പോൾ വലിയ താരങ്ങളുടെ പടം അല്ലാത്തത് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മറ്റ് രാജ്യങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കുറച്ച് എന്താ പറയുക, പടത്തിൻ്റെ ഹിറ്റ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കി മാത്രമേ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുള്ളൂ മറ്റ് രാജ്യങ്ങളിൽ. അത്തരത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെയും കുറച്ച് ഡിലേ ആയിട്ടാണ് ചിത്രം റിലീസ് ചെയ്തത്. നാട്ടിൽ റിലീസ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 ദിവസത്തോളം കഴിഞ്ഞു. ഇന്നലെയാണ് ഇവിടെ, ഞാനിപ്പം ഡെൻമാർക്കിലാണുള്ളത്. ഡെൻമാർക്കിൽ ഇവിടെ ഇന്നലെയായിരുന്നു ഒരു ഷോ ഉണ്ടായിരുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച മൊത്തം 3 ഷോയാണ് പ്രേമലുവിനെ അവർ ഇത് ചെയ്തിരിക്കുന്നത്. അതും സാധാരണ ഒരു ഷോ മാത്രമേ ഒരു സിനിമയ്ക്ക് കാണാറുള്ളൂ. ഇത് ആക്ച്വലി യഷ്രാജ് ഫിലിംസാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഹിറ്റ് സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് അവരെനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ ഷോസ് ഇവിടെ ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ, നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഈ ആഴ്ചയൊക്കെ ആയിട്ട് പടം കാണും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം അവർ 3 ഷോ ഇട്ടിരിക്കുന്നത്. സോ ഓൾറെഡി ഒരു 10 ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് കാണാൻ കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ടാണ് ഈ റിവ്യൂ കുറച്ച് ഡിലേ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തതുപോലെ തന്നെ ഈ ഒരു റിവ്യൂ ഞാനൊരു 3 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. 1 എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്നുള്ളതും, 2 എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതും, 3 എൻ്റെ വേർഡിക്റ്റ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പറയുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ ഈ വീഡിയോ തിരിക്കുന്നത്. അതിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്നുള്ളതിലേക്ക് പോകാം. റൊമാൻറ്റിക് കോമഡി വിഭാഗം എന്ന് പറയുന്നത് അധികമാരും കൈവച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ് മലയാളത്തിൽ. കാരണം മലയാളത്തിൽ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അതിൽ ഒരെണ്ണം ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന ചിത്രം, അതുപോലെ തട്ടത്തിൻ മറയത്ത്, പിന്നെ എനിക്ക് തോന്നുന്നു സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ചിത്രം, ചോക്ലേറ്റ്, പ്രേമം, അതുപോലെ ഇതുപോലെ വിരലിലെണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നമുക്ക് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ മലയാളത്തിൽ. അധികം ആരും ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് വന്നിട്ടുള്ളതിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ സൂപ്പർ ശരണ്യ, ഇതൊക്കെ അത്യാവശ്യം ഹിറ്റായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇത് കഴിഞ്ഞും 1-2 സിനിമകൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിരുന്നു. അതായത് ജേർണി ഓഫ് ലവ് 18+ എന്നും പറഞ്ഞിട്ട് നെസ്ലനും മാത്യുവും ഒരുമിച്ച് അഭിനയിച്ച ജേർണി ഓഫ് ലവ് 18+, ഇങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലൊരു ചിത്രം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രേമലു എന്ന് പറയുന്ന ചിത്രം, ഇതിനെക്കുറിച്ച് അധികം ഞാൻ കേട്ടിട്ടില്ല. അതുമല്ല, എനിക്ക് ഇത് ഇനീഷ്യൽ പോസ്റ്റർ ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ന്യൂസ്, ഇങ്ങനൊരു ചിത്രം വരുന്നു എന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്കധികം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഈ അടുത്തിറങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ അതുപോലെ നസ്ലനും മാത്യുവും ഒരുമിച്ച് അഭിനയിക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഒരു കോമ്പിനേഷനാണ് ഒരുവിധമുള്ള എല്ലാ സിനിമകളിലും കാണുന്നത്. റീസെൻ്റായിട്ട് ഇറങ്ങിയ ജേർണി ഓഫ് ലവ് 18+, നെയ്മർ, ഇതെല്ലാം ഒരു എന്താ പറയുക, ആവറേജ് എന്നും പറയാൻ കഴിയാത്ത രീതിയിൽ ഒട്ടും ഹിറ്റാവാതെ പോയ ചിത്രങ്ങളാണ്. അതുപോലെ ഇവർ രണ്ടുപേരും വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഒരേ ടൈപ്പ് പടങ്ങളായിട്ട് ഒരേ രീതിയിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിനെക്കുറിച്ച് അധികം പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അണ്ടിൽ ദ ട്രെയിലർ ഗോട്ട് റിലീസ്ഡ്. അതായത് ഇതിന് ട്രെയിലർ ഇറങ്ങിയ സമയം, ട്രെയിലർ കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രെയിലറായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു.
അതുകൊണ്ട് തന്നെ ട്രെയിലർ ഇറങ്ങിയപ്പം മുതൽ ചിത്രത്തിന് ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അത്യാവശ്യം. അതുമല്ല, പ്രത്യേകിച്ചും സൂപ്പർ ശരണ്യയിൽ അനശ്വരയെക്കാളും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് മമിത ബൈജു ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം മമിത ബൈജുവും നസ്ലനും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഗിരീഷ് AD ചിത്രത്തിൽ ഒരുമിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രെയിലറും കൂടെ കണ്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഞാൻ വളരെ വെയിറ്റിംഗ് ആയിരുന്നു. ഇനി എക്സ്പീരിയൻസ് എന്തായിരുന്നു, എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഞാൻ തിയേറ്ററിൽ പടം കണ്ടപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയും, ഒരു അടിപൊളി പടം. അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലമായി ഒരു സിനിമ കണ്ട് ചിരിച്ച് മറിഞ്ഞിട്ട് 2.5 മണിക്കൂറുണ്ട് സിനിമ. ഒരു ഏകദേശം എനിക്ക് 2.5 മണിക്കൂർ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 2.5 മണിക്കൂർ കുറവില്ല, 2.5 മണിക്കൂർ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ അന്യായ പടം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ലതുപോലെ ചിരിക്കാനുണ്ടായിരുന്നു. ഫുൾ ടൈം കോമഡി, ഫുൾ ടൈം എൻഗേജ് ചെയ്തും ഫുൾ ഫണ്ണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് പ്രേമലു എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റ്, ഇത്ര എൻഗേജിങ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് ഇതിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കോമഡി രീതിയിൽ പലരും ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് ആർക്കും എനിക്ക് തോന്നുന്നില്ല അത്ര എൻഗേജിങ് ആയിട്ട് റീസെൻ്റായിട്ട് ആരും അത്രമാത്രം നമ്മളെ പിടിച്ചിരുത്തിയിട്ടില്ല. അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റീസെൻ്റായിട്ട് കണ്ടൊരു സിനിമ, കുറേ ചിരിച്ചൊരു സിനിമയെന്ന് പറയുന്നത് മധുര മനോഹര മോഹം എന്ന് പറയുന്ന ചിത്രവും അതുപോലെ രോമാഞ്ചം എന്ന് പറയുന്ന ചിത്രം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അതിനേക്കാളുമൊക്കെ ഉപരി ഏറ്റവും കൂടുതലും തിയേറ്ററിലിരുന്ന് ഫുൾ ടൈം ചിരിച്ച ഒരു സിനിമ ഈ അടുത്ത കാലത്ത് വേറെ ഞാൻ കണ്ടിട്ടില്ല. പ്രേമലു അന്യായ പടം. പ്രത്യേകിച്ചും ഈ പയ്യന്മാരുടെ അഴിഞ്ഞാട്ടം എന്ന് പറയുമല്ലോ, അടിപൊളി. നസ്ലൻ ഒരു രക്ഷയില്ല. നസ്ലൻ്റെ അന്യായ പെർഫോമൻസ് ആയിരുന്നു. കാരണം ഒരുപാട് തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ നസ്ലൻ വരുന്ന സിനിമകളിലെല്ലാം നസ്ലിൻ്റേതായിട്ടുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് അഭിനയിക്കുകയും നല്ല കോമഡി ടൈമിംഗ് ഉള്ള ഒരു നടനായിട്ടാണ് എനിക്ക് നസ്ലനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് നസ്ലൻ ഈ റോൾ ചെയ്തിരിക്കുന്നത്. അടിപൊളി, നല്ലൊരു സ്റ്റാർ മെറ്റീരിയലാണ് ആക്ച്വലി നസ്ലൻ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല സിനിമകൾ, ഒരുപാട് ഇൻഡിവിജ്വലായിട്ട് ഒരുപാട് നല്ല സിനിമകൾ നസ്ലനെ തേടി എത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ നസ്ലൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച അമൽ ഡേവിസ് എന്ന് പറയുന്ന പയ്യൻ, എനിക്ക് തോന്നുന്നു അവൻ അഭിനയിക്കുന്ന 2ാമത്തെ സിനിമയാണ്. സംഗീത് എന്നാണ് അവൻ്റെ പേര്. എനിക്ക് തോന്നുന്നു സംഗീത് മോഹൻ എന്നോ കണ്ടാണ് ആളുടെ പേര്. അപ്പം പുള്ളി ഒരു എഡിറ്ററാണ്. 1-2 സിനിമകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 4 Years എന്ന് പറയുന്ന സിനിമ, അതുപോലെ രഞ്ജിത് ശങ്കറിൻ്റെ പുതിയ സിനിമയായ ജയ് ഗണേഷിൻ്റെയും എഡിറ്റർ എനിക്ക് തോന്നുന്നു സംഗീത് തന്നെയാണെന്ന് തോന്നുന്നു. അധികം സിനിമകളിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു സൂപ്പർ ശരണ്യയിൽ ഒരു ചെറിയ റോളെങ്ങാണ്ട് പുള്ളി ചെയ്തിരുന്നു. പക്ഷേ അല്ലാതെ എനിക്ക് പുള്ളി അധികം ഞാൻ കണ്ടതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അന്യായ പെർഫോമറാണ്. നല്ല കിഡിലായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു നല്ല കോമഡി ടൈമിങ്ങും നല്ല ഒരു കോമഡി സെൻസും ഉള്ള നല്ല കിഡിലൊരു ആക്ടറായിട്ടാണ് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ നല്ല ചെറിയ കോമഡി റോളുകളൊക്കെ ചെയ്യാൻ പുള്ളി കിടുവായിരിക്കും. സത്യം പറഞ്ഞാൽ നസ്ലനും ഈ അമൽ ഡേവിസായിട്ട് അഭിനയിച്ച സംഗീതും 2 പേരുടെയും കൂടെ ഒരു കിട്ടില്ല മാരക കോമ്പിനേഷൻസ് ഉണ്ട്. കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അവർ ഉണ്ടായിരുന്ന സീൻസ് എല്ലാം 2 പേരുടെയും കൂടെ എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊരു കല്യാണത്തിന് പോയിരുന്നിട്ട് അവിടെ ഇവർ തമ്മിലുള്ള കുറച്ച് സീൻസും കുറച്ച് കോമ്പിനേഷൻ ഒരു ഡാൻസ് കാണുമ്പോൾ അവർ പെർഫോം ചെയ്യുന്ന കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അന്യായമാണ്, ഒരു രക്ഷയില്ല. കിടിലമായിട്ടാണ് 2 പേരും ചെയ്തത്. നല്ലൊരു കോംബോ ആണ്. എനിക്കൊന്ന് പണ്ട് തണ്ണീർമത്തൻ വന്നപ്പോൾ ആക്ച്വലി നസ്ലനും മാത്യൂസുമായിട്ട് നല്ല കോംബോ ആണെന്നും പറഞ്ഞ് ഒരുപാട് പേര് ആ ഒരു കോംബോ റിപ്പീറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു ഒരുപാട് സിനിമകളിൽ. അതുപോലെ എനിക്ക് തോന്നുന്നു നസ്ലനും സംഗീതമായിട്ടും ഇനി കുറേ സിനിമകൾ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ആക്ച്വലി ഇനി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ മമിത ബൈജു ഒരു രക്ഷയില്ല. പുള്ളിക്കാരി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സൂപ്പർ ശരണ്യയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത മമിതയാണ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നായികയായിട്ട് വരുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെയ്ത ക്യാരക്ടറിൻ്റെ കുറച്ചൊരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ സിനിമയിൽ മമിതയെ ഫീൽ ചെയ്തത്.
അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു റീസെൻ്റായിട്ടൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു, അതായത് ഗിരീഷുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഗിരീഷ് പറഞ്ഞിരുന്നു ഇതൊരു സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ പോലെ എഴുതാൻ തുടങ്ങിയൊരു തിരക്കഥയാണ്. പിന്നീട് അതിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റി ഇവളുടെ ആ ഒരു സോന എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്യണമെന്ന് അവർക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ അതിന് പകരം അത് പിന്നെ അത് മാറ്റി പല രീതിയിൽ മാറി. പിന്നെ പ്രേമലു അതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് മാറി എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ലൊരു കാസ്റ്റിംഗ് ആണ്. പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയമാണ്, നല്ല മെച്ചുവേർഡായിട്ടുള്ള അഭിനയമാണ്. നല്ല രസമുണ്ട്. അവസാനം ആ ക്ലൈമാക്സ് ലാസ്റ്റ് സീനിലൊക്കെ പുള്ളിക്കാരിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട അഭിനയം എന്നാ ഒരു രക്ഷയില്ല. ശ്യാം മോഹൻ എന്ന് പറയുന്ന JK ജസ്റ്റ് കിഡിങ് എന്ന് പറയുന്ന ആ പുള്ളി ഒരു രക്ഷയില്ല. എനിക്കൊന്ന് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഈ സിനിമയിൽ. പുള്ളി ചെയ്യുന്ന റോൾ അങ്ങനത്തെയാണ്, ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ്, ഒരു കൈൻഡ് ഓഫ് എന്താണ് ഇത്തരത്തിലുള്ള സിനിമകളിൽ സ്ഥിരം കാണാറുള്ള ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. പല സിനിമകളിൽ നമ്മൾ ഇതുപോലുള്ള സിനിമകളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ പുള്ളി കാണിച്ച ഈച്ച് ആൻഡ് എവറി സീൻ ഭയങ്കര സീരിയസ് ആയിട്ട് തുടങ്ങുമെങ്കിലും അത് എൻ്റെ ചെയ്യുന്ന ഭയങ്കര കോമഡിയിലായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് പുള്ളി. അത് എല്ലാ സീനും എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു സീൻ പോലും എനിക്ക് തോന്നുന്നില്ല ഒരു സെൻറ്റിമെൻ്റലായിട്ടോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സീരിയസ് നോട്ടുള്ള ഒരു സീനും പുള്ളി അഭിനയിച്ച ഒരു സീനും എൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഫ്രം ദ ബിഗിനിങ് പുള്ളിയെ കാണിക്കുന്നിടം മുതൽ എല്ലാ സീനും ഈച്ച് ആൻഡ് എവറി സീൻ ഈ ടിൽ ദ ലാസ്റ്റ് സീൻ ക്ലൈമാക്സിൽ ആ ഫൈറ്റ് സീൻ വരെയും അവിടെ വരെയും അന്യായ കോമഡി, ഒരു രക്ഷയില്ല. എല്ലാ സീനിലും ഒരു സീൻ പോലും മാറ്റി വെച്ചിട്ടില്ല. എല്ലാ സീനിലും അന്യായമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരുപാട് നല്ലൊരു ആക്ടിങ് മെറ്റീരിയലാണ്. നല്ലൊരു ആക്ടറാണ് ശ്യാം മോഹൻ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ആക്ടറാണ്. ഒരുപാട് സിനിമകൾ പുള്ളിക്കും കിട്ടും. അത് നല്ല ഉറപ്പാണ്. ഇത്തരത്തിലുള്ള റോളുകൾ ഇതൊരു വളരെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ തന്നെയാണ് പുള്ളിയുടേത്. വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നോക്കുവാണെങ്കിൽ ആക്ച്വലി സ്ക്രിപ്റ്റ് ഗിരീഷിൻ്റെ തന്നെയാണ് സ്ക്രിപ്റ്റ്. പുള്ളി ഒരു രക്ഷയില്ല, നല്ല പെർഫെക്റ്റായിട്ടാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി സ്ക്രിപ്റ്റാണ് പടത്തിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഒരുപാട് സിറ്റുവേഷണൽ കോമഡിയാണ്. പുള്ളിയുടെ ഡയറക്ഷനും അത്തരത്തിലാണ്. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമില്ല, നമ്മളത് ഡയറക്റ്റ് ചെയ്ത് അത് വിഷ്വലി പെർഫെക്റ്റ് ആക്കുമ്പോഴാണ് ആ ഒരു ഡയറക്ടറുടെ കഴിവ് അതിൽ വരുന്നത്. അത് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കിഡ്ലമായിട്ട് പുള്ളി പണിയെടുത്തിട്ടുണ്ട്. കാരണം ഇത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇത് സിറ്റുവേഷണൽ കോമഡീസാണ്. സിറ്റുവേഷണൽ കോമഡീസ് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഡയലോഗ്സിലും അധികമായിട്ട് ആക്ച്വലി സിറ്റുവേഷൻ കോമഡീസാണ് കൂടുതലും കൊണ്ടുവന്നത്. പണ്ട് നമ്മൾ കണ്ടുള്ള പഴയ പ്രിയദർശൻ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ വളരെ നന്നായിട്ട് എല്ലാ സിറ്റുവേഷനും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുള്ളി കൊണ്ടുവന്ന കുറേ ഡയലോഗ്സ് ഉണ്ട്. അതായത് നമ്മൾ പലയിടത്തും പല സിനിമകളിലും കണ്ടിട്ടുള്ള ഡയലോഗ്സ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നുള്ള ഡയലോഗ്സ് പഴയ സിനിമകളിലുള്ള ഡയലോഗ്സ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡയലോഗ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു അനാവശ്യമായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ നല്ല കിഡിലുമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അണ്ണൻ്റെ എന്താ പറയുക ഡയറക്ഷൻ കിടുവാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കിഡിലുമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു ചൂരലിൽ ചെയ്തിട്ടുള്ള, എനിക്ക് അതിൻ്റെ പുള്ളിയുടെ പേരറിയില്ല, ഞാൻ അവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. പുള്ളി നല്ല കുറച്ച് സീൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മാത്യൂസ് ഇതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് എക്സ്റ്റൻഡ് ഒരു കുറച്ച് ക്യാമിയോ 1-2 സീനിൽ ക്യാമിയോ റോളിൽ മാത്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ മീനാക്ഷി ഇതിലുണ്ട്. മീനാക്ഷിയുടെ റോൾ എനിക്ക് അല്പം അത്രയ്ക്കൊന്നും ഇതായിട്ട് തോന്നിയില്ലെങ്കിലും കുറച്ച് എന്താ പറയുക കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി മീനാക്ഷിയുടെ ക്യാരക്ടർ. പക്ഷേ സ്റ്റിൽ അതൊരു ഡിമാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ആ സിനിമയിൽ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് മീനാക്ഷിയുടെ ക്യാരക്ടർ. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അതും പുള്ളിക്കാരിയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരിയും ചെയ്തിട്ടുണ്ട്. ഓവറോൾ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. 2.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന് തുല്ലസിച്ച് എല്ലാം മറന്ന് ചിരിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നൊരു പടമാണ് പ്രേമലു എന്ന് പറയുന്നത്.
എനിക്ക് വേർഡിക്റ്റായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണണം. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ലേറ്റായിട്ടാണ് പടം റിലീസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷോസ് നല്ല ഹിറ്റ് ആയതുകൊണ്ട് കുറച്ചധികം ഷോസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. നാട്ടിലുള്ളവർ എന്തായാലും എല്ലാവരും ഒരുപാട് പേര് പടം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ 1, 2, 3 തവണയൊക്കെ സിനിമ കാണുന്നുണ്ട്. വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. മ്യൂസിക് എനിക്കൊന്ന് വിഷ്ണു വിജയ് എന്ന് പറയുന്ന ആളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പടം കാണണം. എൻ്റെ വേർഡിക്റ്റ് എന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, അത് ഒരു റിവ്യൂ ആയിട്ട് പറയാൻ അല്ലെങ്കിൽ വേർഡിക്റ്റ് ഞാനല്ല ഇതിനെ മാർക്കിടുന്നത്. അപ്പോൾ വേർഡിക്റ്റായിട്ട് പറയാനല്ല, പക്ഷേ എല്ലാവരും നിങ്ങൾ പടം കാണണമേ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു സിനിമ. തിയേറ്ററിൽ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് റിസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ചുമ്മായിട്ട് കണ്ടാൽ മതി. സത്യം പറഞ്ഞാൽ OTT വരുമ്പം ഞാൻ റെഗുലറായിട്ട് കാണാൻ പോകുന്നൊരു സിനിമയായിരിക്കും. കാരണം ഞാൻ ഒരുപാട് സിനിമകൾ ഇതുപോലെ റെഗുലറായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് കാണുന്ന അപ്പോൾ ആടെന്ന് പറയുന്ന സിനിമ, അടികപ്പിയാരെ കൂട്ടമണി, ഇതൊക്കെ ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് ഞാൻ കാണുന്ന സിനിമകളാണ്. അക്കൂട്ടത്തിൽ എന്തായാലും ഈ സിനിമ OTT വരുമ്പം എന്തായാലും ഇതെൻ്റെ ഒരു റിപ്പീറ്റഡ് ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സിനിമ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗിരീഷ് ഏടി എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇതിലൊരു നെഗറ്റീവ് നമ്മൾ എന്തെങ്കിലും പറയണമല്ലോ. നെഗറ്റീവായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് വർഷമായിട്ട് 10-13 വർഷമായിട്ട് IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്ന IT കമ്പനിയും ടീമൊന്നും ഇതുപോലൊന്നും അല്ല കേട്ടോ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊരു നമ്മൾ ഫണ്ടിന് വേണ്ടി നിങ്ങൾ എഴുതിയതാണ് എന്നെനിക്കറിയാം. പക്ഷെ ഒരിക്കലും ഇത്തരത്തിലൊരു എന്താ പറയുക, ഇത്രയും ഓവറായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ആരുടെയെങ്കിലും കല്യാണത്തിന് അവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പരിപാടികളൊന്നും ആരും ചെയ്യില്ല. എല്ലാവരും പോയി വെള്ളം അടിച്ച് കിടക്കാനേ നോക്കത്തുള്ളൂ. ഇവരാരും ഡാൻസ് പരിപാടിക്കൊന്നും നിൽക്കൂലെന്നേ. എല്ലാം ആണായാലും പെണ്ണായാലും എല്ലാം വെള്ളം അടിച്ച് പൂക്കിറ്റിയെ കിടക്കുന്നതല്ലാതെ ഒരു കാര്യവും ചെയ്യൂല. ഒരു നെഗറ്റീവിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞെന്നുള്ളൂ കേട്ടോ, അല്ലാതെ കാര്യമൊന്നുമില്ല. പടം കിട്ടില്ല, പടം ഒരു രക്ഷയില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണുക. സൂപ്പർ, മസ്റ്റ് വാച്ച്.